ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കൂ. മസ്ലീസ്, ദി ട്രൂ ഐസ്ക്രീം. അയ്യോ ചേട്ടക്കാരത് അറിയണം. കാലൻ മുന്നിൽ വന്നു എന്ന് വിചാരിക്കും. അപ്പൊ ജാഫർ ഇടുക്കിക്ക് തോന്നുകയാണ് ഒരു കാര്യം കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ചിനെ ഒന്ന് കല്യാണം കഴിച്ചു വിടണം. എനിക്കൊരു മോളുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്. ഇയാൾ പിടിക്കല, ഇയാളെങ്ങനെ പിടിക്കും ഈ ദുരിതം കണ്ടിട്ട്? ആ പിന്നെ സൂപ്പർ സ്റ്റാർ ആണ്, അല്ലെങ്കിൽ കണ്ണാടികളെ കണ്ണീര്. അപ്പൊ അഭിനയിക്കുമായിരുന്നില്ല. പണി എന്തെങ്കിലും ഈ ശബ്ദം കൊണ്ട് കിട്ടിയിട്ടുണ്ട്? ഇപ്പോഴല്ലേ ഈ സൗണ്ട് ഇങ്ങനെയായി? ഞാൻ ഫീമെയിൽ പാടുന്ന ആളാ. ഹെയർ ബണ്ടൊക്കെ അടിച്ച് നെക്ലേസ് കെട്ടി നല്ല സ്റ്റൈലായിട്ട് നല്ല മിടിയും ടോപ്പ് കിട്ടി. ഇപ്പൊ ഞാൻ ഫീമെയിൽ എടുത്താ എനിക്ക് വരില്ല. വായിക്കൊള്ളാത്ത സാധനമൊക്കെ കെട്ടി കൊച്ചു വന്നൊക്കെ SSLC 3 വർഷം ജയിച്ചാളാ. ഞാൻ വീട്ടിലേക്ക് പൗർണമി ദിവസം ഞാൻ കട്ടപ്പനയ്ക്ക് പോണേ കരയാജൻ ചേട്ടൻ്റെ ആ വണ്ടിയാണ് ഇവിടെ ഇടിച്ച് ഒരു 55 സ്റ്റിച്ച് ഇതിലൂടെ ഒരു കമ്പി കുത്തി കയറി ഇതിലൂടെ വന്ന ഇവിടെ ഒരു 6 സ്റ്റിച്ച് അങ്ങനെ 55 സ്റ്റിച്ചായിട്ട് 1993 അത് ഞാൻ 3ാമത്തെ ഘട്ടം ഞാൻ SSLC എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 3 പ്രാവശ്യം എഴുതി കൊടുത്തു. മതി, ഇത് ഇങ്ങനെ തുടങ്ങാണ് നമ്മള്. വരും ഇക്ക മണം. ഈ ഇക്കയുടെ ശബ്ദം ഭയങ്കര പ്രത്യേകതയുള്ള ഒരു ശബ്ദമാണ്. ഇപ്പോഴല്ലേ ഈ സൗണ്ട് ഇങ്ങനെയായി? ഞാൻ 1995 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേ നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് സാറില്ലേ, അദ്ദേഹം, കലാഭവൻ റഹ്മാനിക്ക, ഞാൻ, പെരുമ്പാവൂരുള്ളൊരു സന്തോഷം, അവിടെ നടൻ സിദ്ദീഖിക്ക, ഈ 5 പേര് 95 ജർമ്മനിയിൽ മെറ്റ്മാൻ സിറ്റിയിൽ ഒരു പ്രോഗ്രാമിന് പോയി. മെറ്റ്മാൻ ആ പരിപാടിക്ക് പോകുമ്പം ഞാൻ സിദ്ദീഖിക്ക മെയിൽ പാടുന്നു, ഞാൻ ഫീമെയിൽ പാടുന്ന ആളാണ്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ, അത് സിദ്ദീഖിക്ക പാടും. അപ്പോൾ ഇപ്പുറം വന്നിട്ട് ഹെയർ ബണ്ടൊക്കെ അടിച്ച് നെക്ലേസ് കെട്ടി നല്ല സ്റ്റൈലായിട്ട് നല്ല മിടിയും ടോപ്പ് കിട്ടെ ത്രിപ്രസാദവും അവൻ. ഇപ്പം എനിക്ക് വരില്ല. ഇപ്പം ഞാൻ ഫീമെയിൽ എടുത്താൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് അങ്ങനെ പാടിക്കൊണ്ടിരുന്ന ആള് ഏതോ സമയത്ത് ഈ സ്വരമായി. ഇപ്പൊ കാലൻ വരുന്നുണ്ട്. ഈ കുട്ടന്റെ ഷിനിഗാമി എന്ന് പറയുന്ന സിനിമയിൽ കാലന്റേതായിട്ട് ഇന്ദ്രൻ ചേട്ടൻ നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ഇപ്പം കാലൻ മുന്നിൽ വന്നു എന്ന് വിചാരിക്കാം, നമ്മൾ തിരിഞ്ഞു നോക്കാന്ന് വിചാരിക്കാം. ജാഫർ ഇടുക്കി പോരെ, സമയമായി. അപ്പൊ ജാഫർ ഇടുക്കിക്ക് തോന്നുകയാണ് ഒരു കാര്യം കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ ആലോചിച്ചതായിരുന്നു ഞാൻ ചെയ്യാന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു കാര്യം എന്തായിരിക്കും? ഇതും കൂടെ എനിക്കൊന്ന്. അല്ലാതെ ഉള്ളൂ. ഏതത്? പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ചിനെ ഒന്ന് കല്യാണം കഴിച്ചു വിടണം. എൻ്റെ വൈഫിന് വേറെ ആരുമില്ലല്ലോ. അപ്പം അവർക്ക് ജീവിക്കാനുള്ള എന്തൊരു മാർഗം ഉണ്ടാക്കി വെച്ചേച്ച് എൻ്റെ മോളെയും കെട്ടിച്ചിട്ട് ഒന്ന് വരാറുന്നല്ലോ എന്നൊരു ചിന്താഗതി. റിക്വസ്റ്റ് ചോദിക്കണ്ടല്ലോ പടത്തിലെ ഉണ്ടല്ലോ. പടത്തിൽ അത് മാത്രമല്ലല്ലോ, അപ്പഴത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അല്ല മരിച്ചു പോലും. ഞാൻ എങ്ങനെ മരിച്ചേ? ഞാൻ മരിച്ചിട്ടില്ല, മരിക്കൂല. ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ അങ്ങനെ ഒരു സാധനത്തിലേക്ക് കയറും? അങ്ങനെ കയറും. ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ 2 പെഗടിക്കും. ഞാൻ കൂലിപ്പണി എടുക്കുന്ന സാറേ. ഞാൻ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന. എനിക്കൊരു മോളുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്. ഞാൻ മരിക്കല്ല. ഞാൻ എങ്ങനെ മരിച്ചേ? ഞാൻ എങ്ങനെ സാറേ മരിച്ചേ? ഞാൻ സാറേന്ന് ഇയാളെ പ്രൊണൗൺസിയേഷൻ ചെയ്യണേ. ഞാൻ സാറേന്നായി കാലിനെ വിളിക്കണേ. ഇയാൾ പൊട്ടു, ഇയാൾ പിടിക്കല, ഇയാളെങ്ങനെ പിടിക്കും ഈ ദുരിതം കണ്ടിട്ട്? അയാൾ പിടിക്കൂല. അയാൾക്ക് അറിയണം. രാത്രി കാലിന് ഞാനും ഒരു സംഭവം ഒപ്പി. ആ ഒപ്പിയിൽ പിന്നെ സൂപ്പർ സ്റ്റാർ ആണ്, അല്ലെങ്കിൽ കണ്ണാടികളെ കണ്ണീര്. അഭിനയിക്കുമായിരുന്നില്ല, ജീവിക്കുമായിരുന്നു. അങ്ങനെയായി സിനിമ. നമ്മള് 70കളിലേക്ക് സഞ്ചരിക്കാൻ പോവാണ്. ഞാൻ ഉണ്ടായ സമയം. പക്ഷേ ഈ 70കൾ 80കളിലെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് ജാഫർ ഇടുക്കി. അങ്ങനെ വേണം സങ്കല്പിക്കാൻ. അതനുസരിച്ച് വേണം ഉത്തരങ്ങൾ തരാൻ. സൂപ്പർ സ്റ്റാർ മതി, ഇങ്ങനെ തുടങ്ങാണ് നമ്മള്. ഓക്കെ, ജാഫർ ഇടുക്കി പോരാ. ഒരു സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ഒക്കെ പോലെ നമുക്കൊരു പേര് വേണം. അങ്ങനെ എന്റെ ഒറിജിനൽ പേര് ജബ്ബാർ. നിങ്ങൾ മാറിയിട്ടാണ് ജാഫർ ഇടുക്കി എന്ന് വന്നിരിക്കുന്നത്. ആ ജബ്ബാറിന്റെ കഥയുണ്ട്, അതൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം വേണം. അപ്പൊ സൂപ്പർ സ്റ്റാർ ജബ്ബാർ ഇടുക്കി. ജബ്ബാർ ഇടുക്കി. ഇനി കംപ്ലീറ്റ് ആക്ടർ, മെഗാ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, അതിൽ നിന്നൊരു ടൈറ്റിൽ തിരഞ്ഞെടുക്കണം. അത് പാവം ജബ്ബാർ ഇടുക്കി. ഒരു പാവം ജബ്ബാർ ഇടുക്കി അവതരിപ്പിക്കുന്ന സിംഗിൾ ഡാൻസ്. ഇനി അന്നത്തെ കാറുകളാണ്. നമ്മൾ ആ കാർ മേടിക്കാൻ നേരത്തെ സൂപ്പർ സ്റ്റാറിന്റെ കാറാണേ, ഒരു പവർ വേണേ വരുമ്പോ ഏത് കാറായിരിക്കും? അന്നത്തെ അംബാസഡർ ആണ്. അംബാസഡറേ ഉള്ളൂ. കോണ്ടസ ഇന്നസെന്റ് കൂടെ വന്നിട്ടില്ല. ഇല്ല. ആകെ ഇന്നസെന്റ് ചേട്ടനും മോഹൻലാലും കൂടെ ഒരു പടത്തിൽ പറയണ്ടേ കോണ്ടസ കോണ്ടസ എന്ന് പറയുന്നത്. അതല്ല, ഇവിടെ ഒന്നും ഇല്ല കോണ്ടസ. അംബാസഡർ ആർക്കും
വലിയ മുതലാളിമാർക്കൊക്കെ ഉള്ളൂ. അതിൽ അംബാസഡർ 2 തരമുണ്ട്. സാധാ അംബാസഡർ, BMC അംബാസഡർ ഉണ്ട്. അതിനകത്ത് BMC അംബാസഡർ. സൂപ്പർ സ്റ്റാർ ജബ്ബാർ ഇടുക്കി നായികയെ കാസ്റ്റ് ചെയ്യുവാണ്. അന്നത്തെ തിളങ്ങുന്ന ഒരു നായിക ആയിരിക്കണം ശാരദ ചേച്ചി. ഇനി സൂപ്പർ സ്റ്റാർ ആയിട്ട് കത്തി നിൽക്കുവാണെങ്കിൽ സ്വന്തം ബ്രാൻഡ് തുടങ്ങുവാണ്. അതെന്താവും, പെർഫ്യൂം ആവാം, ഷൂ ആവാം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ഏത് ബ്രാൻഡിന്റെ ആയിരിക്കും? കപ്പപ്പുഴുക്കും പോത്തിറച്ചി. ഇടുക്കി തന്നെ കപ്പപ്പുഴുക്കും പോത്തിറച്ചി അതാണ് നമ്മുടെ ബ്രാൻഡ്. ഏത് രാജ്യത്തും കപ്പപ്പുഴുക്കും പോത്തിറച്ചിയും തിന്നത് സാഹിബ് വരെ തിന്നും. കലാഭവൻ റഹ്മാൻക്കട ഹോട്ടലില് ഞാൻ ഒരു 3 കൊല്ലം സൂപ്പർവൈസറായിട്ട് നിന്ന. അപ്പൊ ഞാൻ മിമിക്രി ഉണ്ട്. അദ്ദേഹത്തിന് ട്രൂപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പൗർണമി ദിവസം ഞാൻ കട്ടപ്പനയ്ക്ക് പോണേ കരയാജൻ ചേട്ടൻ. ആ വണ്ടിയാണ് ഇവിടെ ഇടിച്ച് ഒരു 55 സ്റ്റിച്ച് ഇതിലൂടെ ഒരു കമ്പി കുത്തി കയറി ഇതിലൂടെ വന്ന് ഇവിടെ ഒരു 6 സ്റ്റിച്ച്, അങ്ങനെ 55 സ്റ്റിച്ചായിട്ട് 1993 അത് ഞാൻ 3ാമത്തെ ഘട്ടം ഞാൻ SSLC എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 3 പ്രാവശ്യം എഴുതിയിട്ട് പൊട്ടിപ്പോയി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഊട്ടുപുര എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിൽ പിന്നെയും തുടങ്ങുന്നു. അവിടെ സായിപ്പ് വന്നിട്ട് കപ്പപ്പുഴുക്കും മീൻകറിയും കഴിച്ചു. എന്തൊക്കെയുണ്ട്, ടപ്പിയൊക്ക, മത്തിക്കറി നല്ലത് പറഞ്ഞപ്പം അത് പോട്ടെ. ഇക്കയുടെ ഈ ഫുഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. കേട്ട് നിൽക്കണവനും കഴിക്കാണ്ട് പറ്റൂല എന്നുള്ള പോലെ നമ്മളെ വിശപ്പിക്കുന്ന പോലെ പറയും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ നിന്ന് ഇങ്ങ് മേടിച്ചു. എനിക്ക് നല്ല വിശപ്പ് പറഞ്ഞു. തൊടുപുഴയിൽ നിന്ന് ഹൈ റേഞ്ച് ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ നല്ല ഫുഡാണ്. അതിന് ഞാൻ മാറി ചെല്ലുമ്പോൾ എനിക്ക് ചുമ്മാ വരുവാണെങ്കിൽ തരട്ടെ. നീ ഇത് കേട്ടിട്ട് താലി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ നടുക്കൊരു മീൻകറി. എനിക്ക് നല്ല വിശപ്പ് കേട്ടോ, വിശന്നിട്ട് വയ്യ. ആ നടുക്കത്തെ മീൻകറി എടുത്തു, ഒരു കഷ്ണം മീൻ, ഒരു 2 പച്ചമുളക് കയറി അതിൻ്റെ മുകളിൽ കിടപ്പുണ്ട്. പിന്നെ മൊത്തത്തിൽ കുഴമ്പനൊരു സാധനം. ആ കൊച്ചു വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ദൈവമേ, നല്ല മീൻകറി മേടിച്ചു കൊടുക്കുന്നത്. എൻ്റെ കേട്ടോ, ആ മീൻകറി ആ ചൂടൻ ചോറിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ എന്നെ കുഴച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒരു മുളകെടുത്തു, കടിച്ചു. ഒരൊറ്റ കറിയാ തുടങ്ങിയില്ല, തൊട്ടില്ല. അവിടെ പപ്പടം ഇരിപ്പുണ്ട്, പപ്പടം ഒന്നും ഇട്ടില്ല. ഇനി ഉണ്ടാക്കുന്ന എന്നാ സാധനം എൻ്റെ മുകളിൽ ചോദിച്ചു. മോളിൽ 1 കിലോ പോത്തെടുത്ത് പോത്തെടുക്കുക. ആദ്യം ഒരു 2 അടപ്പ് വെളിച്ചെണ്ണ ചുമ്മാ ഒഴിക്കും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ഇട്ടില്ലേ, മുളകും മല്ലിയും അന്നേരം വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ശരിക്കങ്ങ് അരയ്ക്കുക. വെണ്ണ പോലെ അരയ്ക്കാന്ന് പറയും. ആ വെണ്ണ പോലെ അരച്ചു അതങ്ങ് എടുക്കുക. കുറച്ച് ഉപ്പും വാരി ഇടുക. അതിന് ശരിക്കും അങ്ങോട്ട് തിരുമ്മി കൂട്ടി ആ സാധനം അങ്ങോട്ട് മാറ്റി വയ്ക്കുക. സ്റ്റൗ ഓണാക്കും. എന്നിട്ട് നേരെ അതും കൂടെ കുഴച്ച് ശരിയാക്കി വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി, ഒരു 5 ചെറിയ ഉള്ളി, ചുമ്മാ സവോളയൊന്നും വെട്ടി അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടിട്ട് മതിരിച്ച് ആ ഇറച്ചിയുടെ ടേസ്റ്റും കളഞ്ഞ് ഇതൊന്നും ചെയ്യരുത്. 5 ഉള്ളി 4ആയിട്ട് കീറിയിടുക. ഒരു ശകല ഇഞ്ചി ഒരു കുറെ അരിഞ്ഞിടുക. ഒരു 4 പച്ചമുളക് എടുക്കുക, കീറിയിടുക. ഇത്രയും ചെയ്തിട്ട് ഈ സാധനം കൂടെ കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറിലൊന്നും ഇട്ട് വേവിക്കും. നമുക്ക് വീട്ടിൽ കഴിക്കാൻ നല്ല നാടൻ ചട്ടിയില്ലേ, മൺചട്ടി, അകലം വേവിച്ചോ. വേവിച്ച് കഴിഞ്ഞിട്ട് അരവേവ് 2 വിസിലടിച്ച് കഴിയുമ്പോൾ ഈ സാധനം മൺചട്ടിയിലേക്ക് ആക്കണം. മൺചട്ടിയിലാക്കി കഴിഞ്ഞിട്ട് ഈ സാധനം മൺചട്ടി കിടന്നോട് ഇങ്ങനെ ഒച്ച വെക്കും. ആ 1/4 വേവില് പാകമായി കഴിയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു ചീനിച്ചട്ടിയിലേക്ക് ഒരു 4 അടപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് ഉലുവ എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ഉലുവ അങ്ങോട്ട് മൂത്തിട്ട് പൊട്ടിട്ട് 3-4 പൊട്ട് കൊടുക്കും. ഈ പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വേറെ ഒന്നും ഇടരുത്. ഇച്ചിരി ഉള്ളി, ചെറിയ ഉള്ളിയും അരിഞ്ഞിടുക. കുറച്ച് കറിവേപ്പില വെളി ഇട്ടു. ഈ സാധനം കാണിച്ചു മൊത്തം ഇങ്ങനെ ഇളക്കി മറിച്ചങ്ങോട്ട് വയ്ക്കുക. മൂടി അത് തിന്നാൻ നേരത്തെ മൂടി തുറക്കുക. ഒരു മണം അങ്ങോട്ട് വരുടി ചക്കര എന്നത് മണം. ആ മണം. ഇപ്പൊ എത്ര ക്രൂസ് ഇവിടെ ഉണ്ട്, കുറെ പേര്. ഈ നിൽക്കുന്ന എല്ലാവരുടെയും വെള്ളം വന്നിട്ട് പറയട്ടെ. നല്ല വെന്ത ചോറ്, ഉരുട്ടിയ ഉരുള, ഒരു കറിയും വേണ്ട. ഒരു പാത്രത്തിൽ ആ പോത്തിറച്ചിയും എടുത്ത് വയ്ക്കുക. അതിൻ്റെ മുകളിൽ നല്ല ചക്കരക്കല പോലെയുള്ള തേങ്ങാക്കൊത്തും അത് നോക്കിയിട്ട് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ മെഴുക്കുള്ളൂ ഉരുള എടുത്തിട്ട് ഇങ്ങനെ മുക്കിയാച്ച് അയാൾ കഴിച്ചിട്ട് ഒരു കഷ്ണം പുളിശ്ശേരി. പിന്നെ രണ്ടാമത് ആ പുളിശ്ശേരി ഒഴിക്കാവുള്ളൂ. രണ്ടാമത് ഇച്ചിരി ചോറ് മേടിക്കൂലേ, അതൊക്കെ ബീഫിന്റെ ഇച്ചിരി ചാറ് ഒഴിക്കുക, പുളിശ്ശേരി ഇച്ചിരി ഒഴിക്കുക. കുമ്പളങ്ങ ഏറ്റവും പുളിശ്ശേരിക്കല്ലേ. ഒന്ന് വലിച്ചേ. ഈ നിൽക്കുന്ന ആരെയും വായിൽ വെള്ളം വന്നു. ഇറക്കണ ഒച്ച കൂടെ കേട്ട് അതില്ല. ഞാൻ എന്തിനാണ് ഭക്ഷണത്തെ കുറിച്ച് ചോദിച്ചത് ഈ സമയത്ത്? എനിക്കിതിന് വലിയ കാര്യമുണ്ട്. അതല്ലേ ഇനി ഇതൊക്കെ ഉണ്ടാക്കി നോക്കൂല്ലോ വീട്ടില്. ഞാൻ ഇത് രണ്ടാമത് കേട്ടിട്ട് ആ ബീഫ് ഞാൻ എങ്ങനെയാന്ന് പോത്തിറച്ചി വെച്ചിട്ടുള്ള കളിയുള്ളൂ. ഇനി തിരിച്ചു കയറട്ടെ. ഓക്കെ, സൂപ്പർ സ്റ്റാർ. ഇനി റൊമാൻറ്റിക് സ്റ്റാർ, ആക്ഷൻ സ്റ്റാർ, ഫാമിലി ഹീറോ, ത്രില്ലർ ഹീറോ, ഏത് തരം സ്റ്റാർ ആയിരിക്കും ജബ്ബാർ സൂപ്പർ സ്റ്റാർ? കൊച്ചുകുട്ടികൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ, മധ്യവയസ്കർ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇതിലേതായിരിക്കും ജബ്ബാർ സൂപ്പർ സ്റ്റാറിന്റെ ഹാർഡ് കോർ ആരാധകർ? ഹാർഡ് കോർ അർത്ഥം പറ. SSLC 3 വർഷം ജയിച്ചാണ്. ഏറ്റവും കടുത്ത ആരാധകരായിരിക്കും? ഏറ്റവും പ്രായം ചെന്ന ആളോട് ആയിരിക്കും.
പിന്നെ അതല്ല വേണ്ടേ? അതെ, ചോദിക്കുമല്ലേ അറിയാൻ. അതിനെ പരിചരിക്കുക, ആ. അതിനെ ഇഷ്ടം. അല്ല, ഒരു 100 വയസ്സുള്ളതിനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അവര് ആരായിരിക്കും? എൻ്റെ വല്യമ്മ മരണപ്പെട്ട 111 വയസ്സിലാണ് കണ്ട. 2-3 കൊല്ലമേ ഉള്ളൂ. ഇനി ഒരെണ്ണം കൂടി എന്നെ ഇതിലുണ്ട്. സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ ഇത് വെക്കണം. സൂപ്പർ സ്റ്റാറിന് കുറച്ച് ജാടയൊക്കെ ആവാം. അങ്ങനെ സൂപ്പർ സ്റ്റാർ ആയിട്ട് കത്തി നിൽക്കുമ്പോൾ കാണിക്കാൻ സാധ്യതയുള്ള ഒരു ജാട പരിപാടി എന്തായിരിക്കും? 2-3 കാര്യം. ഒരു വാഹനം എടുക്കും, ആ വാഹനത്തിൽ നടക്കും, മറ്റേ ചില്ല് താത്തിയിട്ട് ചുമ്മാ പോകുന്നവരോടൊക്കെ ചുമ്മാ ചീത്തം തെറിയും പറഞ്ഞ് അങ്ങോട്ട് പോയി 7-8 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ഇങ്ങോട്ടൊരു വണ്ടി വരും. അതിനൊരു ഒച്ച കേൾക്കും, എന്ന് പറയും. അതെങ്ങനെ ബോഡി കൊണ്ടുള്ള ആൾക്കാർ തല്ലിക്കൊല്ലും. അങ്ങാട് പോയാൽ എൻഡവറിലോ അല്ല ഡിഫൻഡറിൽ പോകും. ഇങ്ങാട് വന്നത് ഒരു ടെമ്പോ ഡ്രൈവർ, ഒരു ആംബുലൻസ് അല്ല, അപ്പുറം അച്ചായൻസ് ഒക്കെ വെച്ചാൽ സൂപ്പർ സ്റ്റാർ ആയാലും ശരി, കുഞ്ഞു സ്റ്റാർ ആയാലും ശരി, മര്യാദയ്ക്ക് കടന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പോകാം. ഇനി സൂപ്പർ സ്റ്റാർ ഇറങ്ങിക്കോ. ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ഇപ്പൊ നമ്മള് പപ്പൻ, പ്രിയപ്പെട്ട പപ്പനാണ് ശരിക്കും. എനിക്ക് ഇതിന്റെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ തിലകേട്ടനാണ് അതിൽ വരുന്നത്. അപ്പൊ അതുപോലെ ഈ സിനിമയും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ കുട്ടന്റെ ഷിനിഗാമിക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ അങ്ങനത്തെ? കാരണം നമ്മുടെ എല്ലാ നമ്മൾ വരുന്ന കാലന്മാരും എല്ലാം ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കാലന്മാരായിരുന്നു. മലയാളത്തില് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സിനിമകളിലും. അപ്പൊ അതുപോലെ ഒരു ഇന്ദ്രൻസേട്ടൻ തന്നെ ഈ പടത്തിൽ പറയുന്നുണ്ട്, എന്റെ റീസൺസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളാരാ? കാലനാ? കാലൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കൊമ്പൊക്കെ വെച്ച് പോത്തിന്റെ പുറത്തൊക്കെ വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഇയാൾ പറയുന്നത് അത് കാലൻ അദ്ദേഹം ഏൽപ്പിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാലൻ എങ്ങോട്ട് പോയെന്നുള്ള സിനിമ കാണുമ്പോൾ കാണും. ഈ കുട്ടൻ്റെ ഷിനിഗാമി എന്ന് പറഞ്ഞാൽ വലിയ പൈസ മുടക്കി ഒന്നും ചെയ്യുന്ന പടമല്ല. പക്ഷേ എല്ലാവർക്കും കൃത്യമായ ശമ്പളവും കൊടുക്കും, നല്ല ആഹാരവും കൊടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന ഒരു കുഞ്ഞു പടമാണ്. അപ്പം നിങ്ങളെപ്പോലെ ഉള്ളവർ ഇതിനെ വിമർശിച്ച് കൊല്ലാതെ എവിടെയെങ്കിലും തെറ്റും കുറ്റമൊക്കെ കാണും. തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ആണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ രീതിയിൽ അങ്ങ് പറഞ്ഞ് ഞങ്ങളൊന്ന് സഹായിച്ചാൽ മതി. അപ്പൊ കുട്ടന്റെ ഷിനിഗാമി തിയേറ്ററിലേക്ക് വരികയാണ്. സിനിമ നന്നായി വരട്ടെ. അപ്പൊ നിങ്ങളുടെ ചാനലിലെ എല്ലാവർക്കും ആശംസകൾ. ജനത്തിനോട് ഒറ്റ കാര്യം കൂടെ, ഞങ്ങളുടെ സിനിമയൊന്ന് കണ്ടേക്കണം ദൈവമേ. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ്, ദ ട്രൂ ഐസ്ക്രീം.